ഹായ് ഹലോ എല്ലാവർക്കും ദിവ്യ ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. നമ്മളിത് കഴിഞ്ഞ ഇതിൽ കണ്ട് ഫ്രണ്ടും ബാക്കും നെക്ക് ഡിസൈൻ ബ്ലൗസിലേ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലീവാണ്. ഫ്രണ്ടും ബാക്കും നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിനി സ്ലീവ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ബ്ലൗസിൻ്റെ സ്ലീവിൽ ആദ്യം തന്നെ ഡബിൾ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ഒരു ലെയർ ഷുഗർ ബീഡ്സ്, പിന്നെ ഒരു 4mm ബീഡ്, അതുപോലെ വീണ്ടും ഒരു ഷുഗർ ബീഡ്സ്, അങ്ങനെയാണ് അതിൻ്റെ എൻഡിലായിട്ട് കൊടുത്തെടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മളൊരു ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതാ കണ്ടോ, ഞാൻ ഈ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളതിൽ വെച്ചതിന് ശേഷം ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുന്നു. ഇത് കറക്റ്റ് ആളുടെ കൈയുടെ വണ്ണം അറിഞ്ഞാലേ നമുക്ക് അത്രയും ഭാഗത്ത് മാത്രമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൈവണ്ണം ഫുള്ളായിട്ട് എടുത്താലും കറക്റ്റ് നമ്മൾ ടൈറ്റ് അടിക്കുമല്ലോ, അപ്പോൾ ആ ഭാഗം വരെ മാത്രമേ ഡിസൈൻ ചെയ്യുള്ളൂ. അതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും ബീഡ്സ് കട്ടായി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ശേഷം ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലൈനുകൾ വരുന്നുണ്ട് ചെറിയ ചെറിയ. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഇതാണ്ടോ, ആദ്യം കറക്റ്റിന് വെച്ച ശേഷം നമ്മൾ വരച്ചെടുക്കുന്നു. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടവും ഒരേ അളവ് തന്നെ ആയിരിക്കണം. ലൈനുകൾ വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇതുപോലെ അളവ് നമ്മൾ കറക്റ്റായി നോക്കി വരയ്ക്കുക. ഇതില്ലെങ്കിൽ ഒരു പീസ് പേപ്പർ, കട്ടിയുള്ള പേപ്പർ ബൈൻഡോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് വരച്ചാലും മതി, അത് വെച്ച് വരച്ചാലും മതി. അതില്ല, ഇങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതുപോലെയാണ് വരച്ച് തീരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നമ്മളിനി ഇതിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം കാണാം. ഈ കാണുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനെല്ലാം ഷുഗർ ബീഡ്സും, അതുപോലെ ഷുഗർ ബീഡ്സിന് അപ്പുറവും ഇപ്പുറമായിട്ട് റൈസ് ബീഡാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് സ്ലീവ്സ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ കുഞ്ഞിൻ്റെ പട്ടുപാവാടയുടെ ബ്ലൗസിൽ ചെറിയൊരു ഡിസൈനുണ്ട്. അത് ഒരു ലെയർ ചെയിൻ സ്റ്റിച്ചും, പിന്നെ ഷുഗർ ബീഡ്സും, പിന്നെ ഒരു 4mm ബീഡ്, വീണ്ടും ഷുഗർ ബീഡ്സ്. അത് കഴിഞ്ഞ് ചെറിയൊരു അതായത് ഒരു ചുട്ടി പോലെ സെൻറ്ററിലായിട്ട്. പിന്നെ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും. ഫ്രണ്ട് നെക്കിലും ഇതുപോലെയാണ് 2 ലെയർ ചെയിൻ സ്റ്റിച്ചും, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ 4mm ബീഡ്, വീണ്ടും ഷുഗർ ബീഡ്സ്, പിന്നെ ഇതായി ഈ റൈസ് ബീഡും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ഷുഗർ ബീഡ്സും കൂടി ഇതുപോലെ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് നെക്കും. ശേഷം ആ കുഞ്ഞിൻ്റെ പട്ടുപാവാടയുടെ നെക്ക് ഡിസൈനാണ് വരുന്നത്. അതിന് ഒരു ലെയർ ചെയിൻ സ്റ്റിച്ചും, പിന്നെ ഒരു ഷുഗർ ബീഡ്സ്, പിന്നെ ഒരു ഗോൾഡൻ കളർ ബീഡ്സ്, പിന്നെ ഷുഗർ ബീഡ്സ്. പിന്നെ അത് കഴിഞ്ഞ് സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ലോക്കറ്റ് പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇവിടെ ഒരു അതിൻ്റെ ലോക്കറ്റിൽ ഒരു ഗ്ലാസും, പിന്നെ ഒരു ഷുഗർ ബീഡും, വീണ്ടും സ്റ്റോൺ ചെയിന്, വീണ്ടും ഷുഗർ ബീഡ്, വീണ്ടും ഒരു 4mm ബീഡ്, പിന്നെ ഒരു ഷുഗർ ബീഡ്സ്, ഇത്രയും കൊടുത്ത് ആ കുഞ്ഞിൻ്റെ വർക്കിൽ നിർത്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.